ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് എടുക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ കൾച്ചറൽ ചേഞ്ചസ് ഇൻ ദ 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റം. കൾച്ചറൽ ചേഞ്ചസ് ഇൻ ദ 20th സെഞ്ച്വറി. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ലോകത്ത് നിലനിന്നിരുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു യുദ്ധം, കോൾഡ് വാർ, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ നയതന്ത്രം അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് സാംസ്കാരികമായിട്ട്, കൾച്ചറലായിട്ട് എന്തൊക്കെ ചേഞ്ചുകളാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ലോക ജനതയ്ക്കിടയിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് 20ാം നൂറ്റാണ്ടിൽ വന്നിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അൺമിക്സ്ഡ് ബോൺ എന്നാണ് പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ലോകജനതയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ നേട്ടങ്ങളെ മുഴുവനും മാനവരാശി വളരെയധികം ഭീതിയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിനോദം, വിദ്യാഭ്യാസം, ആശയവിനിമയം, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം മുൻപന്തിയിലെത്തിയിട്ടുണ്ട്. ഇനി കാറുകൾ, വിമാനങ്ങൾ, റേഡിയോ, TV, സിനിമ, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, സാറ്റലൈറ്റ്, അങ്ങനെ എല്ലാ തരത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോഗിക്കപ്പെട്ടു. അറ്റോമിക് ഫിസിക്സ്, ഭൗമശാസ്ത്രം, അങ്ങനെ സാങ്കേതികപരമായിട്ട് എല്ലാ തരത്തിലും നമുക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, മേരി ക്യൂറി, അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ആണവായുധങ്ങൾ, നിരവധി ആണവായുധങ്ങൾ, അത് മാരകമായിട്ടുള്ള ആണവായുധങ്ങളുടെ നിർമ്മാണം, അത് മാനവരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യ ജീവന് തന്നെ ഭീഷണിയായി തീർന്നു. ഇതൊക്കെ എന്താണ്, നമ്മളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ടാണ് അതിനെ അൺമിക്സ്ഡ് ബൂൺ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത നേട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി മതത്തിൻ്റെ കാര്യം, റിലീജിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും റിലീജിയൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ പബ്ലിക്കലി അല്ലെങ്കിൽ എന്താണ്, സമൂഹത്തിൽ മതത്തിൻ്റെ ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കുറഞ്ഞു വന്നു. 20ാം നൂറ്റാണ്ടിൽ മതം എന്ന് പറയുന്നത് അതിൻ്റെ പരിധി, സാംസ്കാരികമായിട്ട് മതത്തിൻ്റെ ആ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടു. മതത്തിൻ്റെ കൺട്രോൾ പോയി. എല്ലാ തരത്തിലും കൺട്രോളിനൊരു പരിധി ഉണ്ടായി. പക്ഷേ ആളുകൾ അറിയപ്പെടുന്നത് ആ മതത്തിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൺട്രോളിനൊരു പരിധി ഉണ്ടായി. മതേതരമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും അതിൻ്റെ ആചാരങ്ങളും എല്ലാത്തിനും എന്താണ്, കുറേ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അതൊക്കെ മാറ്റി എഴുതപ്പെട്ടു, അതൊക്കെ മാറിപ്പോയി. പക്ഷെ എന്നാലും എന്താണ്, ആ മതത്തിൻ്റെ ഒരു കെട്ടുപാടുകൾ എപ്പോഴും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുന്നുണ്ടായിരുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ടായി. ആളുകളിപ്പോഴും മതവിശ്വാസികളായി തന്നെ തുടരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ഇപ്പോൾ അന്യമതസ്ഥരായിട്ടുള്ള വിവാഹങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ അന്യമതക്കാർ എന്താ പറയുക, സ്വന്തം മതമാണ് വലുത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറി മറ്റ് മതങ്ങളെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1990കളിൽ ഫ്രാൻസിൽ 30% വിവാഹങ്ങൾ മാത്രമാണ് പള്ളികളിൽ നടത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, പുറത്ത് വെച്ചിട്ടും പലതരം ട്രെൻഡുകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരുന്നു. ഇതൊക്കെയാണ് മതത്തിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നോട്ട് സമൂഹം പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതവും ഒക്കെ കൂടി പലതരത്തിൽ സ്ത്രീകളെയാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി സ്ത്രീകളും ഒക്കെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ശാസ്ത്രീയം മതേതരത്വപരമായിട്ടുള്ള അറിവിനെ ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം 20ാം നൂറ്റാണ്ടിൽ വളരെയേറെ വളർച്ച പ്രാപിച്ചു. ആളുകൾ വായനയിലും എഴുത്തിലൊക്കെ തൽപരരായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വായിക്കാൻ കിട്ടണം, അപ്പോൾ അതിന് നമ്മൾ എന്താണ്, അക്ഷരാഭ്യാസം വേണം, അതിന് പഠിക്കാൻ പോകണം, അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഉണ്ടായിട്ട് ആളുകൾ എന്താണ്, വിദ്യാഭ്യാസം വേണം എന്നുള്ള ചിന്തയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങി. മിക്ക പാശ്ചാത്യ രാഷ്ട്രങ്ങളും പൗരന്മാർക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. അതുപോലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനി ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായ പല രാഷ്ട്രങ്ങളും പാശ്ചാത്യ രാഷ്ട്രങ്ങളെ പോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇന്ത്യയിൽ 1980കളിൽ ജനസംഖ്യയിൽ പകുതിയോളം നിരക്ഷരായി തുടർന്നു.
പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ആ നിരക്ക് 20% കുറയ്ക്കാൻ കഴിഞ്ഞു. അത് സാക്ഷരത കൂട്ടാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം വ്യാപകമാവാനായിട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1939-കളിൽ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള വികസിത രാഷ്ട്രങ്ങളിൽ 0.1% ജനസംഖ്യ കോളേജുകളിൽ പ്രവേശിക്കപ്പെട്ടു. ഇപ്പോൾ 90-കളൊക്കെ ആയപ്പോൾ എന്താണ് ആ കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചവർ 2%. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണത്. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒന്നും കൂടിയും ഒരു വളർച്ച പ്രാപിച്ചു. ഇനി 60-80-കളിൽ വികസ്വര രാഷ്ട്രങ്ങളിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടിയവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഇത് വികസിത രാഷ്ട്രങ്ങളെയാണ് പറഞ്ഞത്. ഇനി വികസ്വര രാഷ്ട്രങ്ങളും ഇതുപോലുള്ള വർധനവുകൾ ഉണ്ടായി. ഇനി സർവകലാശാലകളിൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അതിനപ്പുറം ഇപ്പോൾ ആർട്സ് അല്ലെങ്കിൽ ഒരു സയൻസ് അതിനപ്പുറം എന്താണ് പല 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 എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും പലതരത്തിലുള്ളത് കലകളാണെങ്കിലും ഒക്കെ എന്താണ് ഡിഗ്രീസും അങ്ങനെയൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ എന്താണ് വളരെയധികം വളർച്ച പ്രാപിക്കാനായിട്ട് തുടങ്ങി. ഇനി ലോക ഭാഷാ ഭൂപടത്തിൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മാപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ഭാഷ തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവരുടെ സ്വന്തം ഭാഷ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങി. ഒരു നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളും ദേശീയ ഭാഷകൾ തിരഞ്ഞെടുത്തു. ഇന്ന് 6500ഓളം ഭാഷകൾ ലോകത്ത് സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 10 മാതൃഭാഷകളാണ് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും സംസാരിക്കുന്നത്. 10 എണ്ണമാണ് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും സംസാരിക്കുന്നത്. 6500 ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ ഒരാൾക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരാൾക്ക് മിനിമം 2 ഭാഷകൾ അറിയാം. നമ്മളിപ്പോൾ സ്കൂളുകളിലാണെങ്കിലും എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷ മലയാളം, അതുകൂടാണ്ട് നമ്മൾ ഇംഗ്ലീഷും അതിനൊപ്പം ഹിന്ദിയും 10ാം ക്ലാസ് വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മലയാളം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ്, അപ്പം 3 ഭാഷകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾ കുറഞ്ഞത് 2 ഭാഷയെങ്കിലും പഠിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ് ഒരു ആഗോള ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മാധ്യമങ്ങളും വിദ്യാഭ്യാസങ്ങളുടെ സ്വാധീനം മൂലം എന്താണ് 2 ഭാഷകൾ കൂട്ടിക്കലർത്തിയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൂട്ടിക്കലർത്തിയിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ഇതൊക്കെയാണ് എന്താ ആഗോള ഭാഷാ ഭൂപടം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മാപ്പിൻ്റെ മാറ്റമെന്ന് പറയുന്നത്. ഇനി ഭാഷാ രീതികളുടെ കാര്യം പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ടെങ്കിൽ കൂടി എന്താണ് ഇംഗ്ലീഷിന് എന്താണ് ഒരു ആഗോള ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാനുള്ളത് 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റവും പതുക്കെ സംഭവിച്ചൊരു മാറ്റവും, ഒരു റെവല്യൂഷണറി ആൻഡ് സ്ലോ മോഡ് ചേഞ്ച് 2 ടൈപ്പിൽ വന്നുള്ളത്. റെവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ജനനവും ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യവുമാണ്. അതേപോലെ പതുക്കെ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച, വാർത്താവിനിമയ മാധ്യമങ്ങളുടെ വളർച്ച, ആഗോളവൽക്കരണം, അതൊക്കെയാണ് പതുക്കെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് വന്നിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയും അതേപോലെ ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം. അതും കൂടെ നോക്കാം. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, ഇത്രയൊക്കെ നോക്കാനുള്ളൂ. അപ്പോൾ ഇത് തന്നെ എന്താ ചെയ്യുക, ഇത് വല്ലാണ്ട് പഠിക്കാനൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കി വായിച്ച് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.